നമസ്കാരം. ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. മുല്ലശ്ശേരി കനാലിൽ പണികൾ പൂർത്തിയായ ഇടങ്ങൾ സഞ്ചാരയോഗ്യമാക്കാൻ നിർദ്ദേശം. ആശാ വർക്കർമാർക്ക് പിന്നാലെ സമരവുമായി വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡർമാർ. ഒരു വ്യാഴവട്ടക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വടക്ക് പുറത്തുപാട്ട് വന്നെത്തുന്നു. കണ്ണും കരളും കവർന്ന വനിതാ സർഗോത്സവവും സാംസ്കാരിക സമ്മേളനവും ശ്രദ്ധേയമായി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും പോസ്റ്റ് കാർഡ് അയച്ചു. ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിലെ മുല്ലശ്ശേരി കനാലിൽ പണികൾ പൂർത്തിയായ ഇടങ്ങളിലെ റോഡുകൾ അടിയന്തരമായി സഞ്ചാരയോഗ്യമാക്കുവാൻ ഇത് സംബന്ധിച്ച് ചേർന്ന യോഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ടി.ജെ. വിനോദ് എം.എൽ.എയുടെ സാന്നിധ്യത്തിൽ ജില്ലാ കളക്ടർ N.S.K. ഉമേഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വാട്ടർ അതോറിറ്റി ചേംബർ സ്ഥിതി ചെയ്യുന്നതിനാൽ റോഡ് പുനർനിർമ്മിക്കുന്നതിന് തടസ്സമുള്ള ഇടങ്ങളിൽ ഇറിഗേഷൻ വാട്ടർ അതോറിറ്റി പൈപ്പുകൾ സംയുക്തമായി പരിശോധന നടത്തി പ്ലാൻ തയ്യാറാക്കണം. മുല്ലശ്ശേരി കനാലിന്റെ തുടക്കത്തിൽ വിവേകാനന്ദത്തോട് മുതലുള്ള 19 മീറ്ററും ചിറ്റൂർ റോഡിലെ 17 മീറ്ററും നിലവിലുള്ള കോൺട്രാക്ടർ പൂർത്തിയാക്കും. ശേഷിക്കുന്ന സ്ഥലങ്ങളിൽ പൈപ്പ് ലൈനുകൾ മാറൽ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായി തയ്യാറാക്കിയ പുതിയ ടെൻഡർ വയ്ക്കും. മഴയ്ക്ക് മുമ്പ് പരമാവധി പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. ദുരന്ത നിവാരണ വകുപ്പ് ഡെപ്യൂട്ടി കളക്ടർ കെ മനോജ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഒരു വ്യാഴവട്ടക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വടക്ക് പുറത്തുപാട്ട് വന്നെത്തുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ഭദ്രകാളി ആരാധനയുടെ തീവ്രതയും ദേവീ സ്തുതികളുടെ ഈരടികളും ആർപ്പുവിളികളുടെയും വായ്ക്കുരവയുടെയും ആരവങ്ങളും മുഴങ്ങും. മാർച്ച് 17 ആരംഭിച്ച കോടി അർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്ക് പുറത്തുപാട്ട്. കൊടുങ്ങല്ലൂരമ്മയെ സ്തുതിച്ച് ഭദ്രകാളി പ്രീതിക്കായി ദേവിയുടെ കളമെഴുതി 12 ദിവസം പാട്ടും അവസാന നാൾ വടക്ക് പുറത്ത് നടത്തുന്ന ഭക്തിനിർഭരമായ ചടങ്ങുമാണ് വടക്ക് പുറത്തുപാട്ട്. മീനമാസത്തിലെ കാർത്തിക നാളിലാണ് വടക്ക് പുറത്തുപാട്ടിന്റെ ആരംഭം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടത്തുന്ന വടക്ക് പുറത്തുപാട്ടിന് ബുധനാഴ്ചയാണ് തുടക്കമായത്. 12 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ വടക്ക് പുറത്തുപാട്ട് നടക്കുകയുള്ളൂ എന്നതിനാൽ വ്രതം നോറ്റ് എതിരേൽപ്പിനായി എത്തുന്ന ഭക്തരെ ജാതി തിരിച്ചുള്ള പങ്കാളിത്തം പൂർണ്ണമായും ഒഴിവാക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയാണ് ഈ നിലപാട്. വ്രതം നോറ്റ് വിളക്കെടുക്കാനെത്തുന്ന എല്ലാ ഭക്തർക്കും വിളക്കെടുക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കി കൊടുക്കും. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ ജാതി തിരിച്ചുള്ള പങ്കാളിത്തം പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വടക്കങ്കൂർ രാജഭരണകാലത്ത് ദേശത്ത് വസൂരി എന്ന രോഗം പടർന്നുപിടിക്കുകയും അനേകം പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. ദേവഹിതമനുസരിച്ച് വടക്കങ്കൂർ രാജാവും ഊരാൺമക്കാരും ഭക്തരും കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ 41 ദിവസം ഭജനമിരുന്നു. 41ാം ദിവസം രാജാവിന് സ്വപ്നത്തിൽ കൊടുങ്ങല്ലൂരമ്മ ദർശനം നൽകി. 12 വർഷത്തിലൊരിക്കൽ മീനഭരണിയുടെ പിറ്റേന്ന് മുതൽ 12 ദിവസം കളമെഴുത്തുപാട്ടും എതിരേൽപ്പും താലപ്പൊലിയും ഗുരുതിയും നടത്തണമെന്ന അരുളപ്പാടുണ്ടായി. തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിൽ വടക്ക് പുറത്തുപാട്ട് ആരംഭിച്ചത്. ആശമാർക്ക് പിന്നാലെ നിരാഹാര സമരമായി വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡർമാർ. നിരാഹാരം നടത്തുന്ന ആശാപ്രവർത്തകർക്ക് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരവുമായി വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡർമാർ എത്തിയിരിക്കുന്നത്. നിയമനം ലഭിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡർമാർ നിരാഹാര സമരമിരിക്കും. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ 1 മാസത്തിൽ താഴെ മാത്രം ശേഷിക്കെ 30% താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. ഉദ്യോഗാർത്ഥികളായ ഹനീന, നിമിഷ, ബിനു, സ്മിത എന്നിവരാണ് നിരാഹാരമിരിക്കുന്നത്. മറ്റുള്ളവർ വായ് മൂടിക്കെട്ടി സമരം ചെയ്യും. സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടെ 967 ഉദ്യോഗാർത്ഥികളിൽ 259 പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമന ശുപാർശകൾ ലഭിച്ചത്. ഉയർന്ന കട്ട് ഓഫും ശാരീരിക ക്ഷമത പരീക്ഷയും അടക്കം പൂർത്തിയാക്കി ലിസ്റ്റിൽ പ്രവേശിച്ച ഇവരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഏപ്രിൽ 19 അവസാനിപ്പിക്കുക. ആക്ട് കേരളയുടെ സർഗഭീതിയിൽ പൊൻവെളിച്ചം പകർന്ന വനിതാ സർഗോത്സവവും അക്ഷരാർത്ഥത്തിൽ കണ്ണും കരളും കവർന്ന കലാമാമാങ്കമായി. ആക്ട് കേരളയും മാവേലിപുരം റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച കലോത്സവം സംഘാടനത്തിന്റെ മികവും പരിശീലനത്തിന്റെ ചാരുതയും കൊണ്ട് വിസ്മയം തീർക്കുന്ന അനുഭവമായിരുന്നു. വനിതാവേദി കൺവീനർ KS ഷേർലിയുടെ ആമുഖത്തോടെ അനുബന്ധിച്ച വനിതാ സമ്മേളനം ഡോക്ടർ മേരി അനിത ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വർണ്ണ വിസ്മയം തീർന്ന വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മോണോ ആക്ട്, കഥാപ്രസംഗം, നാടൻപാട്ട്, ഒപ്പന, സംഘനൃത്തം, പിന്നൽ തിരുവാതിര, നാടകം, ഫാഷൻ ഷോ, കോൽക്കളി തുടങ്ങിയവ കൂടുതൽ ശ്രദ്ധേയമായിരുന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം പ്രശസ്ത ഗായിക മിൻമിനി ഉദ്ഘാടനം ചെയ്തു. MRA പ്രസിഡന്റ് MS അനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ആക്ട് കേരള ചെയർമാൻ ജോഷി ജോർജ്, ഗായിക അൽക്ക അഷ്കർ, ആക്ട് കേരള ചീഫ് കോർഡിനേറ്റർ ജലീൽ താനത്ത് എന്നിവർ സംസാരിച്ചു. ആക്ട് കേരള ജനറൽ സെക്രട്ടറി ശിവദാസ് വൈക്കം സ്വാഗതവും MRA സെക്രട്ടറി വിൽസൺ കുര്യൻ നന്ദിയും പറഞ്ഞു.
തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 369 രൂപയായി വർദ്ധിച്ച കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിനന്ദനം അറിയിച്ച് എടക്കാട്ടുകൽ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പോസ്റ്റ് കാർഡ് അയച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗവും BJP നേതാവുമായ M. ആശിഷ് ഉദ്ഘാടനം ചെയ്തു. മേറ്റുമാരായ ജീന ജോൺസൺ, റാണി ബേബി എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 1 മുതലാണ് പുതുക്കിയ കൂലി പ്രാബല്യത്തിൽ വന്നത്. നിലവിൽ 346 രൂപയാണ് പ്രതിദിന കൂലി. 23 രൂപയുടെ വർധനമാണ് ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ എന്നിവരുടെ അലവൻസ് വർദ്ധിപ്പിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് ബഹുഭൂരിപക്ഷം സ്ത്രീ തൊഴിലാളികൾ പണിയെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതന വർധനവ് ശ്രദ്ധേയമാകുന്നത്. ഇതോടെ ചാനൽ 91 8 മണി വാർത്തകൾ സമാപിച്ചു. നാളെ രാവിലെ 8 മണിക്ക് വീണ്ടും കാണുന്നവരെ ഏവർക്കും ശുഭദിനം.